പൊതുജനങ്ങളുടെ പ്രതികരണം നോക്കാം ഈ വിഷയത്തിൽ. എൻ്റെ പൊന്നു മക്കളെ, ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്ന് പുതിയ സർക്കാർ അവർ ഓരോ നിയമം ഉണ്ടാക്കി വയ്ക്കുന്നു. നമ്മളപ്പോൾ എന്നെ പോലെ അത് പാവപ്പെട്ടവന് അധോഗതി വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ അവർ പിന്നെ ഇനിയിപ്പോൾ ഈ മാസം 30-ാം തീയതി മസ്റ്ററിങ് ചെയ്യണം, ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റ് എന്തൊക്കെയോ കൊടുക്കുന്നതിന് പറയുന്നത്. പിന്നെ ഇവർ ഓരോ പല പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്ക് ആർക്ക് വേണ്ടി എന്തൊരു പരിഷ്കാരം കാണിക്കുന്നത്? വല്ലതും പറഞ്ഞാൽ നമ്മൾ മോശക്കാരനാകും. ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. ക്യൂ നിൽക്കുകയല്ല, അവിടെ പോയി നിന്നാൽ അവർ എന്തെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ കുറവ് കാരണം കൊണ്ട് എഴുതി കൊടുക്കലോ പിടിക്കലോ എന്തെങ്കിലുമൊക്കെ തെറ്റും. അപ്പോൾ അതിനൊക്കെ അവർ ചോദ്യം ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊന്നും പണ്ട് കാര്യമില്ല. ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ മുമ്പത്തെ ഗവൺമെൻറ് നന്നായി ചെയ്തു തന്നു. വാങ്ങാൻ കഴിയാത്തവർക്ക് കൊണ്ട് കിടപ്പിലൊക്കെ അവർക്ക് കൊടുക്കണ്ടേ? പിന്നെ വീട്ടിൽ കൊടുക്കണവർക്ക് ആ ടൈമിലൊന്നും കിട്ടണില്ല. അവർ പിന്നെ വിളിച്ച് ചോദിക്കണം, ആ ടൈമിലേക്കേ കിട്ടുള്ളൂ. മോളിൽ സ്റ്റെപ്പ് കയറി പോണവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പ്രയാസം തന്നെയാണ്. ഇത് നിർത്തലാക്കും. ഇത് നിർത്തലാക്കുന്ന എല്ലാ ഓരോ സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പെൻഷൻ നിർത്തലാക്കും. ഒരു പെൻഷൻ പോലും കാണില്ല. ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർ, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തതാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ജിയോയിലൂടെ പുറത്തു വരേണ്ടതല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കൃത്യമായി വിശദീകരിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്ന രീതിയിൽ അത് പുറത്തു വന്നിരുന്നുവെങ്കിൽ ഇതിപ്പോൾ വലിയ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടവരെല്ലാം തന്നെ. കാരണം ഇത് നിർത്തലാക്കാൻ പോകുന്നു എന്ന് പോലും പറയുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. ഒന്നുമില്ല, അങ്ങനെയൊന്നും ആശങ്കപ്പെടേണ്ടതുമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ബാങ്കിലൂടെ ലഭ്യമാകും, കിടപ്പ് രോഗികൾക്ക് നേരിട്ടെത്തിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നത് നോക്കാം. വലിയ വിമർശനം ഉണ്ടായ പശ്ചാത്തലത്തിൽ